ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല വായിലിട്ടാൽ അലിയുന്നതുമായിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതുണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഓവനോ വേണ്ട, ഒന്നും വേണ്ട. ഇതിന് വേണ്ടത് നമ്മുടെ മാരിഗോൾഡിൻ്റെ ആറാറൊട്ട് ബിസ്ക്കറ്റില്ലേ, അതാണ്. അത് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്, വാനില ഫ്ലേവറിൽ. പിന്നെ വേണ്ടതിന് ഒരു 1/2 ലിറ്ററോളം പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാലിതാ സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പാലിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം തിളച്ച് വരും. ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് പൗഡറില്ലേ, അതിലേക്ക് ഒരൽപ്പം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാലിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്കിതിലെ നമ്മളെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തുടരെ ഇളക്കാൻ ശ്രദ്ധിക്കണേ. ഒരുപാട് കെട്ടാതെ എടുക്കാം. അതിനുശേഷം അല്പം തീ കൂട്ടി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് വന്ന് കുറുക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്നും വേറെ ഏതിലേലും ബോളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിലേട്ടങ്ങ് മാറ്റാം. ഇനി നമുക്കിത് 1/2 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം. ഇപ്പോൾ ഞാൻ സെറ്റായതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്നും. ഇപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം 1 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ല നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം ഞാൻ ബീറ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഒരു 5 മിനിറ്റ് തന്നെ നല്ല ഫോഴ്സിൽ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഈസിയാണ്. നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്ലഫി ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ 5 മിനിറ്റോളം ബീറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബിസ്ക്കറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ മാരിഗോൾഡിൻ്റെ ആറാറോട്ട് ബിസ്ക്കറ്റില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു.
പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ബിസ്ക്കറ്റ് ലെയറാക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എത്ര ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടോ അത്രയും മിക്സും കഴിയുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 3 ലെയർ വരെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ബിസ്ക്കറ്റുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ വീണ്ടും മിക്സ് ഒഴിച്ചു ഫുള്ളായിട്ട് മിക്സ് ഒഴിച്ചതിന് ശേഷം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 4 ലെയറോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സെറ്റാക്കി ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതങ്ങ് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റാം. ഒരു രാത്രി ഫുള്ളായിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ അത്രയും സെറ്റാവും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പിന്നെ താഴേക്ക് ഫ്രീസറല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി തണുപ്പിച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ സെറ്റായി വന്നതിന് ശേഷം ഏകദേശം 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം താഴെ ഒരു 4 മണിക്കൂറോളം വയ്ക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കയ്യിൽ നട്ട്സ് പൊടിച്ചതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കൊക്കോ പൗഡറോ എന്തും വെച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ പൊടി തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തത് ഇതിൻ്റെ മേലെ വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്തയും കാഷ്യും ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സിമ്പിളാണ്, സെറ്റായി വന്നിട്ടുമുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ബിസ്ക്കറ്റ് പുഡിംഗ് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് നല്ല എളുപ്പവുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്. അസ്നാസ് കെയർ.